ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് പരിചയപ്പെടുത്താൻ പോകുന്ന വണ്ടി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓൾ ന്യൂ ടാറ്റ ഓൾട്രോസ് BS6 വണ്ടിയാണ്. നമ്മുടെ കയ്യിൽ നിന്നുള്ള വേരിയൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1.2 ലിറ്റർ പെട്രോൾ ഇതിൻ്റെ ബേസ് മോഡലായിട്ട്, അതായത് ഓൾട്രോസിൻ്റെ ബേസ് മോഡലായിട്ടുള്ള XC എന്ന് പറയുന്ന വേരിയൻ്റാണ് നമ്മളൊന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. ഈ ഒരു വണ്ടിക്ക് ആക്ച്വലി ഒരു 6,40,000 രൂപയ്ക്കാണ് ഓൺ റോഡ് പ്രൈസ് വരുന്നത്. പല സ്ഥലത്തിനനുസരിച്ച് ചെറിയ വ്യത്യാസങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്. എന്നാലും ഒരു ഓൾമോസ്റ്റ് നോക്കുന്ന സമയത്ത് ഒരു 6,40,000 രൂപയാണ് ഈ ഒരു വണ്ടിയിൽ വില വരുന്നത്, ഓൺ റോഡ് വില വരുന്നത്. അപ്പോൾ ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു വണ്ടി എങ്ങനെയാണ് യൂസ്ഫുൾ ആവുക എന്നുള്ളതാണ് നമ്മളൊന്ന് പറയാൻ പോകുന്നത്. ഇപ്പോൾ ടാറ്റ ഓൾട്രോസ് നമുക്ക് എല്ലാവർക്കും അറിയാം, നല്ല രീതിയിൽ ഇപ്പോൾ എൻക്വയറീസും അതുപോലെ തന്നെ നല്ല രീതിയിൽ സെയിൽസൊക്കെ കൂടി വരുന്നൊരു വണ്ടിയാണ് ടാറ്റ ഓൾട്രോസ്. കാരണം സേഫ്റ്റിയുടെ കാര്യത്തിൽ തന്നെ നമുക്ക് അറിയാം ടാറ്റ ഓൾട്രോസിന് 5 സ്റ്റാർ റേറ്റിംഗ് ആണ് ഇപ്പോൾ സേഫ്റ്റിയുടെ കാര്യത്തിലൊക്കെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു വണ്ടി ഇപ്പോൾ ഇത്രയധികം നമ്മുടെ ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയിൽ ചർച്ച വിഷയമായിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു വണ്ടിയുടെ ഡീറ്റെയിൽസ് നോക്കാം, അതായത് ബാക്ക്ഗ്രൗണ്ട്, അതുപോലെ തന്നെ വണ്ടി ഓടിക്കുമ്പോൾ കംഫർട്ട്, പിന്നെ ഫീച്ചേഴ്സ്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നോക്കാം. നമുക്ക് ഈ ഒരു വണ്ടി ബേസ് മോഡലായിട്ടുള്ള വണ്ടി ആയിട്ട് കൂടി ടാറ്റ നമുക്ക് എന്തൊക്കെയാണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് എന്നുള്ള ഡീറ്റെയിൽസ് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ ടാറ്റ ഓൾട്രോസിൻ്റെ XC എന്ന് പറയുന്ന ബേസ് വേരിയൻറ്റ് വണ്ടി. അപ്പോൾ ഈ ഒരു വണ്ടിയുടെ എക്സ്റ്റീരിയർ നമുക്ക് ആദ്യം നോക്കാം. അപ്പോൾ എക്സ്റ്റീരിയർ നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്ക് ഹെഡ് ലാമ്പ്സിനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് ഹെഡ് ലാമ്പ്സ് ഒക്കെ വന്നിരിക്കുന്നത് ഹാലജൻ ബൾബുകളാണ് ഹെഡ് ലാമ്പ്സിൽ വന്നിരിക്കുന്നത്. 2 പോർഷനായിട്ട് തിരിച്ചിരിക്കുന്നുണ്ട്. പിന്നെ ഒരു ഇൻഡിക്കേറ്റർ നമുക്കതിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ഈ ഒരു ഹെഡ് ലാമ്പിൻ്റെ ഡിസൈൻ എന്ന് പറയുമ്പോൾ ഒരു നല്ല ഡിസൈനാണ്. സൈഡിലേക്ക് കയറി നിൽക്കുന്ന രീതിയിൽ നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു ഹെഡ് ലാമ്പ്സ് ആണ്, ഹെഡ് ലാമ്പ് യൂണിറ്റാണ് നമുക്കിതിൽ കാണാൻ സാധിക്കുന്നത്. ഇതിൻ്റെ മുകൾ വശത്തായിട്ട് ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷിലൊക്കെ ഒരു ഫിനിഷിംഗ് കൊടുത്തിട്ട് നല്ല ഡ്രസ്സാക്കിയിട്ടുണ്ട്. പിന്നെ ഒരു സിൽവർ ക്രോമിയം ഫിനിഷിങ്ങുള്ള ഒരു ഫിനിഷിങ്ങും ഈ ഒരു സൈഡിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഈ ഒരു വണ്ടിയുടെ എൻഡ് ടു എൻഡ്, അതായത് ഈ ഒരു ഫ്രണ്ടിലെ പോർഷനിൽ നിന്ന് തുടങ്ങിയിട്ട് അടുത്ത നമ്മുടെ ഹെഡ് ലാമ്പ്സിൻ്റെ യൂണിറ്റ് വരെ പോകുന്ന രീതിയിലുള്ള ലൈൻസാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. നല്ല കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട്. പിന്നെ ഇതിൻ്റെ ഗ്രില്ലിനെ കുറിച്ച് പറയുന്ന സമയത്ത് നമുക്ക് ഹണികോംബ് ടൈപ്പ് ഗ്രില്ലാണ് ഇതിൽ വന്നിരിക്കുന്നത്. നടുഭാഗത്തായിട്ട് നമുക്ക് ടാറ്റ ഒരു ലോഗോ കാണാൻ സാധിക്കുന്നുണ്ട്. താഴെഭാഗത്തായിട്ട് നമ്മുടെ നമ്പർ പ്ലേറ്റ് വയ്ക്കാനുള്ള പോർഷൻ വന്നിരിക്കുന്നു. പിന്നെ ഈ ഒരു സൈഡിലായിട്ടാണ് നമുക്ക് ഫോഗ് ലാംപ്സിൻ്റെ ഒരു ഏരിയ വന്നിട്ടുള്ളത്. ഇപ്പോൾ ഇതൊരു ബേസ് മോഡൽ വണ്ടി ആയതുകൊണ്ട് നമുക്കിതിൽ ഫോഗ് ലാംപ്സ് വരുന്നില്ല. വേണമെങ്കിൽ നമുക്ക് എക്സ്ട്രാ ആക്സസറീസ് ആയിട്ട് നമുക്കതിൽ വയ്ക്കാവുന്നതേ ഉള്ളൂ. പിന്നെ അതിന് താഴ്വശത്തേക്ക് വരുന്ന സമയത്ത് നമുക്കൊരു എയർ വെൻറ്റ് കാണാൻ സാധിക്കുന്നുണ്ട്. ഈ ഒരു എയർ വെൻറ്റിൽ നമുക്ക് ഒരു വെർട്ടിക്കലായിട്ടുള്ള ലൈൻസാണ് കൊടുത്തിരിക്കുന്നത് കാണാൻ സാധിക്കുന്നത്. പിന്നെ നമുക്ക് ഇതിൻ്റെ താഴ്വശത്തിൽ നോക്കുന്ന സമയത്ത് ഇതിൻ്റെ ലിപ്പുകളൊക്കെ നല്ല രസമുണ്ട് കാണാനായിട്ട്. ബോഡി കളറിൽ തന്നെയാണ് ഈ ഒരു ലിപ്പൊക്കെ വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് കാണുമ്പോൾ ഒരു ക്യൂട്ട്നെസ് ഉണ്ട്. ഓവറോൾ നമ്മൾ ഇതിൻ്റെ ഫ്രണ്ടിലൊരു പോർഷൻ നോക്കുന്ന സമയത്ത് ഒരു ഒറ്റ നോട്ടത്തിൽ തന്നെ നമുക്കിതൊരു ബേസ് മോഡൽ വണ്ടിയാണ് തിരിച്ചറിയാൻ സാധിക്കാത്ത രീതിയിലാണ് ഇതിൻ്റെ ഒരു ഡിസൈൻ കൊടുത്തിരിക്കുന്നത്. നമുക്കറിയാം പല വണ്ടികളിൽ നമുക്കൊരു ബേസ് മോഡൽ വണ്ടി കാണുന്ന സമയത്ത് നമുക്ക് ആ ഒരു വണ്ടി പെട്ടെന്ന് തന്നെ ഇതൊരു ബേസ് മോഡൽ വണ്ടിയാണ് തിരിച്ചറിയാൻ പറ്റുന്ന രീതിയിലാണ് അതിൻ്റെ ഡിസൈൻ കൊടുത്തിട്ടുണ്ടായിരിക്കുക. പക്ഷേ ഈ ഒരു ഓൾട്രോസിൽ നമുക്ക് പെട്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ ഇതൊരു ബേസ് മോഡൽ വണ്ടിയാണോ എന്നുള്ളത് തിരിച്ചറിയാണ്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്. പിന്നെ ഇതിൻ്റെ വിൻഷീൽഡിനെ കുറിച്ച് പറയുന്ന സമയത്ത് അത്യാവശ്യം നല്ല രീതിയിൽ വീതിയിലും നീളത്തിലുള്ള ഒരു വിൻഷീൽഡ് തന്നെയാണ് വന്നിരിക്കുന്നത്. സാധാരണ ഹാച്ച് ബാക്കിൻ്റെ വിൻഷീൽഡിൻ്റെ ഒക്കെ ഒരു വലിപ്പത്തിൽ തന്നെയാണ് ഒരു വിൻഷീൽഡിൻ്റെ ഡിസൈനൊക്കെ വന്നിരിക്കുന്നത്. പിന്നെ ഒരു വൈപ്പേഴ്സൊക്കെ ഒരു ബ്ലാക്ക് ഔട്ട് ഏരിയയിൽ ഒതുക്കി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ സെക്കൻഡ് വൈപ്പറിനെ കുറിച്ച് പറയുമ്പോൾ ഇതിൻ്റെ സെക്കൻഡ് വൈപ്പർ നോക്കുന്ന സമയത്ത് ചെറിയൊരു ഡിസൈൻ ചേഞ്ചസ് ഇതിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു സെക്കൻഡ് വൈപ്പർ ഈ ഒരു സൈഡിലേക്ക്, അത് ഗ്ലാസ്സിലേക്ക് ചെറിയ രീതിയിൽ കയറി നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ ഇത് കോ ഡ്രൈവർ സൈഡിലായതുകൊണ്ട് നമുക്ക് ഡ്രൈവറെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു ഇറിറ്റേഷനുള്ള കാര്യമല്ല. ഡ്രൈവറുടെ ഭാഗത്ത് അത് ക്ലിയർ ആണ്. ഡ്രൈവർക്ക് യാതൊരു വിധത്തിലുള്ള ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ തന്നെ നമുക്ക് വണ്ടി ഓടിക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഇനി നമ്മൾ ഇതിൻ്റെ സൈഡ് പ്രൊഫൈലിനെ കുറിച്ച് പറയുന്ന സമയത്ത് നമുക്കിതിൻ്റെ ടയർ സൈസിലേക്ക് നോക്കാം. ആക്ച്വലി ഇതിൻ്റെ ടയർ സൈസ് വന്നിരിക്കുന്നത് 13 ഇഞ്ചിലാണ് ഇതിൻ്റെ ഒറിജിനൽ ടയർ സൈസ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ ഓണർ ഇതൊന്ന് ചെറുതായിട്ടൊന്ന് അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് 15 ഇഞ്ചിലാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. ഇത് 205/55/R50 എന്ന് പറഞ്ഞ പ്രൊഫൈലാണ് ഇപ്പോൾ ഇതിലേക്ക് കൊടുത്തിരിക്കുന്നത്. 15 ഇഞ്ചിലെ ഒരു അലോയ്സും കാണാൻ സാധിക്കുന്നുണ്ട്. ഒരു 5 സ്പോക്ക് അലോയ്സാണ് കൊടുത്തിരിക്കുന്നത്. നല്ല കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട് അത് കാണാനായിട്ട്. പിന്നെ സൈഡിൽ നമുക്കൊരു ഇൻഡിക്കേറ്റർ കാണാൻ സാധിക്കുന്നുണ്ട്.
പിന്നെ ഇതിൻ്റെ മിററുകളെ കുറിച്ച് പറയുന്ന സമയത്ത് സൈഡ് മിററുകളെ കുറിച്ച് പറയുന്ന സമയത്ത് ഒരു ബോഡി കളറോട് കൂടിയിട്ടുള്ള ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷിലുള്ള ഒരു സൈഡ് മിററാണ് വന്നിരിക്കുന്നത്. ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റ് ചെയ്യാനൊന്നും പറ്റില്ല, മാനുവലി തന്നെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യണം. അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് മിററിൽ ജസ്റ്റ് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ മിറർ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ ഈ ഒരു സൈഡിലെ ഗ്ലാസ്സുകളെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് സൈഡിലൊരു ക്വാർട്ടർ ഗ്ലാസ് കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നെ അത്യാവശ്യം നല്ല രീതിയിൽ ഉള്ളിലേക്ക് വെളിച്ചം തരുന്ന രീതിയിലുള്ള 2 ഗ്ലാസ്സുകളാണ്, സൈഡിലെ ഗ്ലാസ്സുകളാണ് കാണാൻ സാധിക്കുന്നത്. ബി പില്ലറും സി പില്ലറും തന്നെ നമുക്ക് ബ്ലാക്ക് ഫിനിഷിലാണ് വന്നിരിക്കുന്നത്. പിന്നെ നമ്മുടെ ഡോറുകളുടെ ഹാൻഡിലുകളൊക്കെ തന്നെ ബോഡി കളറിലാണ് വന്നിരിക്കുന്നത്. ബാക്കിലെ ഡോർ ഹാൻഡിൽ വന്നിരിക്കുന്ന ഈ ഒരു പോർഷനിലാണ്. ഇതിൽ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബാക്കിലെ ഡോറ് തുറക്കാൻ സാധിക്കുന്നതാണ്. പിന്നെ ഇതിലൊരു പിയാനോ ബ്ലാക്ക് ഫിനിഷിങ്ങിൻ്റെ ഒരു ലൈൻസ് ഒക്കെ കൊടുത്തിട്ട് എലമെൻറ്റ്സ് ഒക്കെ കൊടുത്തിട്ട് നല്ലൊരു സ്പോർട്ടി ഫിനിഷിങ് തോന്നിക്കുന്ന രീതിയിൽ അത് ചെയ്തിട്ടുണ്ട്. നമ്മൾ കുറച്ച് ഒന്ന് നോക്കുന്ന സമയത്ത് സൈഡ് പ്രൊഫൈലിലാണെങ്കിലും നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു ഡിസൈൻ തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. ഈ പറഞ്ഞ പോലെ തന്നെ ഒരു ബേസ് മോഡൽ വണ്ടിയാണെന്നുള്ളത് തിരിച്ചറിയാത്ത രീതിയിൽ തന്നെയാണ് സൈഡിലെ പ്രൊഫൈൽ അവർ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ ഏറ്റവും ക്യൂട്ടായിട്ടുള്ള ബാക്കിലെ പോർഷനിലേക്ക് പോവാം. ഇതിൻ്റെ ബാക്കിലെ നമ്മുടെ ബ്രേക്ക് ലൈറ്റ് കാണുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയാണ്. നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു ഡിസൈൻ തന്നെയാണ് ഒരു ബാക്കിൽ കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്ന പോലെ തന്നെ ഇതിലൊരു പിയാനോ ബ്ലാക്ക് ഫിനിഷിങ്ങുള്ള ഒരു ടൈൽ ലാമ്പ് യൂണിറ്റാണ് കൊടുത്തിരിക്കുന്നത്. ഇതിൽ നമുക്ക് ബ്രേക്ക് ലൈറ്റും റിവേഴ്സ് ലൈറ്റും ഇൻഡിക്കേറ്റർ കൊടുത്തിരിക്കുന്നു. നല്ല ഭംഗിയുണ്ട് അത് കാണാനായിട്ട്. ആ യൂണിറ്റ് കാണാൻ നല്ല ഭംഗിയുണ്ട്. പിന്നെ ബാക്കിൽ നോക്കുന്ന സമയത്ത് ഒരു പിയാനോ ബ്ലാക്ക് എലമെൻറ്റിൻ്റെ ഉള്ളിലാണ് നമുക്ക് ഒരു ടാറ്റയുടെ ലോഗോയും ആൾട്രോസ് എന്ന് പറയുന്ന ഒരു ബാഡ്ജിങ് കൂടെ കാണാൻ സാധിക്കുന്നത്. പിന്നെ ബാക്കിലെ ഗ്ലാസിനെ കുറിച്ച് പറയുന്ന സമയത്ത് നമുക്കിത് ഡീഫോഗർ വൈപ്പറും വാഷറൊന്നും വന്നിട്ടില്ല. പക്ഷേ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു ഗ്ലാസ് ഏരിയ അവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ മുകളവശത്തായിട്ട് ചെറിയൊരു സ്പോയറിൻ്റെ ഒരു ചെറിയൊരു യൂണിറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ഹൈ ബീം സ്റ്റോപ്പ് ലൈറ്റ് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അത് നല്ല രസമുണ്ട് കാണാനായിട്ട്. ചെറിയ ചെറിയ എലമെൻറ്റ്സ് ആണെങ്കിലും അത് വെക്കുമ്പോൾ ആ ഒരു വണ്ടിക്ക് ഉണ്ടാകുന്ന ചേഞ്ചസ് ഭയങ്കര വ്യത്യാസമുള്ള ഒരു ചേഞ്ചസ് ആണ്. പിന്നെ താഴെഭാഗത്തായിട്ട് നോക്കുന്ന സമയത്ത് നമുക്ക് ഇതിൻ്റെ റിവേഴ്സ് സെൻസറുകൾ കാണാൻ സാധിക്കുന്നുണ്ട്. താഴെഭാഗത്ത് 2 റിഫ്ലക്റ്റേഴ്സും കാണാൻ സാധിക്കുന്നുണ്ട്. ഇവിടെയാണ് നമുക്ക് നമ്പർ പ്ലേറ്റ് വയ്ക്കാനുള്ള ഏരിയ കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഈ ഒരു വണ്ടിയിൽ റിവേഴ്സ് ക്യാമറ ചെയ്തിട്ടുണ്ട്, എക്സ്ട്രാ ചെയ്തിട്ടുണ്ട്. റിവേഴ്സ് ക്യാമറ യൂണിറ്റും അത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബാക്കിൽ നോക്കുന്ന സമയത്ത് നല്ല ക്യൂട്ടായിട്ടുള്ള, എനിക്ക് പേഴ്സണലി ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പോർഷൻ എന്ന് പറയുന്നത് ഇതിൻ്റെ ബാക്ക് സൈഡ് തന്നെയാണ്. ഒരു വെറൈറ്റി ഡിസൈനാണ് ഇതിൻ്റെ ബാക്ക് സൈഡിൽ അവർ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഈ ഒരു വണ്ടി ഓവറോൾ നോക്കുന്ന സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മളൊരു നോക്കുന്ന സമയത്ത് നമുക്കൊരു ബേസ് മോഡൽ വണ്ടിയാണോ ഇത് എന്നുള്ളത് തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിലാണ് ഇതിൻ്റെ കംപ്ലീറ്റ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ആ ഒരു എക്സി എന്ന് പറഞ്ഞ വേരിയൻ്റ് ആയിട്ട് കൂടി. അപ്പോൾ നമുക്കൊരു 6,40,000 രൂപ കൊടുത്തിട്ട് നമ്മൾ എടുക്കുന്ന സമയത്ത് പുറത്ത് നോക്കുന്ന കാഴ്ചകളിൽ നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിൽ തന്നെയാണ് ഇതിൻ്റെ കംപ്ലീറ്റ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് ഒരു സാധാരണ ഒരു യൂസറെ സംബന്ധിച്ചിടത്തോളം അത് നല്ലൊരു കാര്യമാണ്. ഇപ്പോൾ ബേസ് മോഡൽ എടുത്താലും നമുക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ഈ വണ്ടിയിൽ നിന്ന് കിട്ടുന്നുണ്ട്. നമുക്കിതിൻ്റെ ബൂട്ട് ഏരിയ എന്ന് നോക്കാം. ബൂട്ട് ഏരിയയ്ക്ക് ഇവിടെ നമുക്ക് ബൂട്ട് സ്പേസ് ഓപ്പൺ ചെയ്യാൻ ഒരു ബട്ടൺ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബൂട്ട് സ്പേസ് ഓപ്പൺ ചെയ്യാൻ സാധിക്കും. 345 ലിറ്ററാണ് ഇതിൻ്റെ ബൂട്ട് സ്പേസ് വന്നിരിക്കുന്നത്. നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ നല്ല സ്പേസ് ഒക്കെ ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഒരു ചെറിയ ഫാമിലിക്കൊക്കെ നല്ല രീതിയിൽ തന്നെ ലഗേജസ് ഒക്കെ ക്യാരി ചെയ്തിട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന രീതിയിൽ തന്നെ അത് ഡിസൈൻ ചെയ്തിരിക്കുന്നുണ്ട്. പിന്നെ നമുക്ക് 2 ഹുക്കുകളൊക്കെ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. 3 കിലോ വരെ ആക്സെപ്റ്റ് ചെയ്യുന്ന 2 ഹുക്കുകൾ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നെ താഴ്ഭാഗത്തായിട്ടാണ് നമുക്ക് സ്പെയർ വീൽ വന്നിരിക്കുന്നത്. സ്പെയർ വീൽ നമുക്ക് അറിയാവുന്നത് പോലെ തന്നെ ഇത് 13 ഇഞ്ച് ടയറാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അനുസരിച്ചുള്ള സ്പെയർ വീൽ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ നല്ല അത്യാവശ്യം നല്ല രീതിയിൽ 345 ലിറ്റർ എന്നൊക്കെ പറയുമ്പോൾ ഒരു ഹാച്ച് ബാക്കിനെ സംബന്ധിച്ചിടത്തോളം നല്ല സ്റ്റോറേജ് സ്പേസ് തന്നെയാണ് വന്നിരിക്കുന്നത്. പിന്നെ ചെറിയ രീതിയിലൊരു കുഴിയിൽ വെക്കണ പോലെയാണ് നമുക്ക് തോന്നുന്നത്. പക്ഷേ എന്നാൽ പോലും അത് വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. നമുക്ക് എടുക്കുന്ന സമയത്ത് അത്ര വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവാനായിട്ട് സാധ്യതയില്ല. അപ്പോൾ നല്ലൊരു ബൂട്ട് സ്പേസ് നമുക്ക് ഈ ഒരു വണ്ടിയിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ 1.2 ലിറ്റർ പെട്രോൾ എഞ്ചിൻ ബേ കാണുന്നത്. 3 സിലിണ്ടർ വണ്ടിയാണിത്. അപ്പോൾ 3 സിലിണ്ടർ എഞ്ചിനാണ് നമുക്കതിൽ കാണാൻ സാധിക്കുന്നത്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ അവർ പാക്ക് ചെയ്തിട്ടുണ്ട്. ചെറിയ സ്പേസ് ഒക്കെ നമുക്ക് ഈ ഒരു എഞ്ചിൻ റൂമിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പാക്ക് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ രസകരമായിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ബേസ് മോഡൽ വണ്ടിയായിട്ട് കൂടി ഒരു ഇൻസുലേഷൻ കൊടുത്തിട്ടുണ്ട് ഈ ഒരു ബോണറ്റിൽ. അപ്പോൾ നമുക്ക് ഈ പറഞ്ഞ പോലെ തന്നെ ബോണറ്റിലേക്ക് വരുന്ന ചൂടും പുറത്തേക്ക് വരുന്ന നോയ്സൊക്കെ ക്യാൻസൽ ചെയ്യാനായിട്ട് അത് ഒരുപാട് സഹായിക്കും. അപ്പോൾ വലിയ രീതിയിൽ കുഴപ്പമില്ലാത്തൊരു എഞ്ചിൻ ബേ തന്നെയാണ് നമുക്ക് ഈ വണ്ടിയിൽ കാണാൻ സാധിക്കുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ ഇൻറ്റീരിയർ ഒന്ന് നോക്കാം. നമുക്ക് ഡ്രൈവർ സൈഡിൽ ഡോർ പാഡിൽ കാണാൻ സാധിക്കുന്നത് ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷിങ്ങിലുള്ള ഡോർ ഓപ്പണർ കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ഇവിടെ ട്യൂട്ടറിനുള്ള പോർഷൻ കൊടുത്തിട്ടുണ്ട്. ഇതിൽ നമുക്ക് ഇതിൽ ട്യൂട്ടർ ഇല്ല, നമുക്ക് വേണമെങ്കിൽ വെക്കാം. അതിനുള്ള ഒരു പോർഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഒരു ഡ്യുവൽ ടോണിലാണ് നമുക്ക് ഇതിൻ്റെ ഡോർ പാഡ് കാണാൻ സാധിക്കുന്നത്. ഒരു ആഷ് കളർ, അതുപോലെ തന്നെ ഒരു വൈറ്റിഷ് ആയിട്ടുള്ള ഒരു കളറായിട്ടുള്ള ഒരു ഡോർ പാഡാണ് കാണാൻ സാധിക്കുന്നത്. ഇത് നമുക്ക് ഫ്രണ്ടിൽ 2 ഡോർ തന്നെ പവർ വിൻഡോസ് ഉണ്ട്. ബാക്കിൽ 2 ഡോർ നമുക്ക് വൈൻഡിങ് ടൈപ്പാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഫ്രണ്ടിൽ 2 പവർ വിൻഡോസ് ഓപ്പറേറ്റ് ചെയ്യാനുള്ള ബട്ടൺസ് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ഒരു ഹാൻഡിലൂടെ നല്ലൊരു ഹെവി ആയിട്ടൊരു ഹാൻഡിൽസ് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. താഴെ ഭാഗത്തായിട്ട് നമുക്ക് ഒരു ബോട്ടിൽ ഹോൾഡർ, പിന്നെ ഒരു ചെറിയ സ്പേസ്, ഒരു എന്താ പറയുക ചെറിയ ഫയൽസ് ഒക്കെ വെക്കാനുള്ള ഒരു സ്പേസും നമുക്ക് ഇതിൽ കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് കൊട വെക്കാനായിട്ടുള്ള അംബ്രല്ല വെക്കാനായിട്ടുള്ളൊരു ചെറിയ പോർഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ താഴെ ഭാഗത്തായിട്ട് നമുക്ക് സ്പീക്കേഴ്സ് ഇതിലില്ല. അപ്പോൾ സ്പീക്കേഴ്സ് വെക്കണമെങ്കിൽ വെക്കാനായിട്ടൊരു പോർഷനും ഇവിടെ കൊടുത്തിരിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്
കാണുന്നതാണ് നമുക്ക് ഡ്രൈവർ സൈഡിലെ ഡോർ പാഡിനെ കുറിച്ച് പറയാനായിട്ടുള്ളത്. പിന്നെ നമുക്ക് സീറ്റുകളെ കുറിച്ച് പറയുന്ന സമയത്ത് ഒരു ഫാബ്രിക് ആയിട്ടുള്ളൊരു സീറ്റാണ് വന്നിരിക്കുന്നത്. ഒരു ഡ്യുവൽ ടോണിൽ തോന്നുന്ന രീതിയിലാണ് ആ ഒരു സീറ്റിന് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഒരു ചെറിയ സ്റ്റാറിൻ്റെ ഫിനിഷിങ്ങിലുള്ള ഒരു എലമെൻറ്റ്സ് കൊടുത്തുന്ന ഡ്രസ്സാക്കിയിട്ടുണ്ട്. ഫ്രണ്ടിൽ 2 സീറ്റിൽ തന്നെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന മാനുവലി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഹെഡ് റെസ്റ്റുകൾ വന്നിരിക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു സീറ്റിനെ കുറിച്ച് പറയുമ്പോൾ നമുക്കിതിൽ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല, നമുക്ക് പുഷ് ബാക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള സീറ്റുകളാണ് ഈ വണ്ടിയിൽ വന്നിട്ടുള്ളത്. ഇനി നമുക്ക് ഉള്ളിലേക്ക് നോക്കുന്ന സമയത്ത് നമുക്ക് ഇതിൻ്റെ സ്റ്റിയറിംഗ് വീല് വന്നിരിക്കുന്നത് 3 സ്പോക്കാണ് വന്നിരിക്കുന്നത്. ഇതിൽ ഹോൺസ് മാത്രമാണ് കാണാൻ സാധിക്കുന്നത്. വേറെ നമുക്ക് ഇൻഫോടൈം സിസ്റ്റം ആണെങ്കിലും അല്ലെങ്കിൽ ക്ലസ്റ്റർ ആണെങ്കിലും ഓപ്പറേറ്റ് ചെയ്യാനുള്ള ബട്ടൺസും കാര്യങ്ങളൊന്നും അതിൽ വന്നിട്ടില്ല. ഇതിൽ നമുക്ക് ഹോൺസ് മാത്രമാണ് കാണാൻ സാധിക്കുന്നത്. എയർ ബാഗ് ഉണ്ട്, പിന്നെ ടാറ്റ ലോഗോ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. 3 സ്പോക്ക് നോർമലായിട്ടുള്ള ഒരു സ്റ്റിയറിംഗ് വീലാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ എന്നാലും വലിയ കുഴപ്പമില്ല, നല്ല ഒരു ചെറിയൊരു സ്പോർട്ടി ഫിനിഷിംഗ് ഒക്കെ നമുക്ക് തോന്നുന്ന രീതിയിൽ തന്നെയാണ് ഈ ഒരു സ്റ്റിയറിംഗ് വീൽ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. പിന്നെ അതിൻ്റെ സൈഡിലേക്ക് വരുമ്പോൾ നമുക്ക് ഈ ഒരു പോർഷനിലായിട്ട് നമ്മുടെ ഹെഡ് ലാമ്പ് യൂണിറ്റ് ഓപ്പറേറ്റ് ചെയ്യാനായിട്ടുള്ള നോബ് വന്നിരിക്കുന്നു. ഈ ഒരു സൈഡിൽ നമുക്ക് വൈപ്പേഴ്സ് ഓപ്പറേറ്റ് ചെയ്യാനുള്ള നോബ് വന്നിരിക്കുന്നു. പിന്നെ നമുക്കിതിൽ പുഷ് ബട്ടൺ സ്റ്റാർട്ടൊന്നുമില്ല, ബേസ് മോഡൽ വണ്ടിയാണ്. അപ്പോൾ അതുകൊണ്ട് കീ ഹോൾസിൽ നമുക്ക് ഇതിലാണ് കീ ഹോൾ വന്നിരിക്കുന്നത്. ഈ ഒരു കീ ഹോളിൽ ചെറിയൊരു ഇലുമിനേഷനൊക്കെ കൊടുത്തിട്ട് നല്ല ഡ്രസ്സാക്കിയിട്ടുണ്ട്. അപ്പോൾ രാത്രി കാലങ്ങളൊക്കെ നല്ല യൂസ്ഫുൾ ആയിട്ടൊരു കാര്യമാണത്. പിന്നെ നമുക്ക് ഈ ഒരു പോർഷനിലൊക്കെ നമുക്ക് ചെറിയൊരു ട്രാക്ക് നമുക്ക് എന്തെങ്കിലും വെക്കാനുള്ള ചെറിയൊരു ട്രാക്ക് കൂടെ കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നെ AC വെൻറ്റിൻ്റെ ഒരു ഫിനിഷിംഗ് ഒക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇതൊരു ചെറിയൊരു സിൽവർ ഇൻസെറ്റൊക്കെ കൊടുത്തിട്ട് നല്ല ഡ്രസ്സാക്കിയിട്ടുള്ള ഒരു AC വെൻ്റാണ് കാണാൻ സാധിക്കുന്നത്. പിന്നെ ഈ ഒരു സ്റ്റിയറിംഗ് നമുക്ക് ടിൽറ്റ് ചെയ്യാനും റീച്ച് ചെയ്യാനുള്ള പ്രൊവിഷൻ ഓക്കെ ഇതിൽ നമുക്ക് ടിൽറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. റീച്ചില്ല, പക്ഷെ നമുക്ക് ടിൽറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഈ സ്റ്റിയറിംഗ് വീൽ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ വന്നിരിക്കുന്നത്. അപ്പോൾ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ നോക്കുന്ന സമയത്ത് നമുക്ക് 2 അനലോഗ് മീറ്റർ കാണാൻ സാധിക്കുന്നുണ്ട്. നടുക്കിലായിട്ട് ചെറിയൊരു TFT സ്ക്രീനും കാണാൻ ആക്ച്വലി ഇതൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റിലാണ് വന്നിരിക്കുന്നത്. നല്ല രസമുണ്ട് കാണാനായിട്ട്. ഇതിൽ ഒരു സ്പീഡും കാര്യങ്ങളും കൊടുത്തിരിക്കുന്നു. ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് RPM കാണാൻ സാധിക്കുന്നുണ്ട്. നടുഭാഗത്തായിട്ട് നമുക്ക് ആവറേജ്, നമ്മുടെ ഫ്യൂവൽ കാര്യങ്ങൾ, ട്രിപ്പ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഫംഗ്ഷൻസ് നമുക്ക് ഇതിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ നോക്കുന്ന സമയത്ത് ആവറേജ്, ട്രിപ്പ് പോയത്, ഓഡോമീറ്റർ, അങ്ങനെ കുറച്ച് അത്യാവശ്യം വേണ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു മീറ്റർ ക്ലസ്റ്റർ കാണാൻ സാധിക്കുന്നുണ്ട്. ടൈം കൂടെ കൊടുത്തിരിക്കുന്നുണ്ട്, ടൈമും നമുക്ക് അറിയാൻ സാധിക്കും. അപ്പോൾ ഇത്രയും കാര്യമാണ് നമുക്ക് മീറ്റർ ക്ലസ്റ്ററിനെ കുറിച്ച് പറയാനായിട്ടുള്ളത്. ഇനി സെൻട്രൽ കൺസോളിനെ കുറിച്ച് പറയുന്ന സമയത്ത് നമുക്ക് ഇതിലൊരു ടച്ച് സ്ക്രീൻ ഇൻഫോടൈം സിസ്റ്റം കാണാൻ സാധിക്കുന്നുണ്ട്. ഇത് ഒരു എക്സ്ട്രാ കയറ്റിയിട്ടുള്ളതാണ്. ഇത് നമുക്ക് റിവേഴ്സ് ക്യാമറ കവർ ചെയ്തിട്ടുണ്ട്. അതിന് താഴ്വശത്തേക്ക് വരുന്ന സമയത്ത് നമുക്കൊരു AC എയർ വെൻറ്റുകൾ കാണാൻ സാധിക്കുന്നുണ്ട്. ഈ ഒരു AC വെൻറ്റിൽ നമുക്ക് ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷിലാണ് അത് വന്നിരിക്കുന്നത്. ഇതിൽ നമുക്കൊരു സിൽവർ ക്രോമിയം ഫിനിഷിങ്ങിലുള്ള ലൈൻസ് കൂടെ കാണാൻ സാധിക്കുന്നുണ്ട്. നടുഭാഗത്തായിട്ട് നമുക്ക് ഹസാർഡ് ആയിട്ടുള്ള സ്വിച്ച് കൊടുത്തിരിക്കുന്നു. ഇത് കംപ്ലീറ്റ് ആയിട്ട് ഒരു ബ്ലാക്ക് ഫിനിഷിലാണ് വന്നിരിക്കുന്നത്. അതിൻ്റെ ഉള്ളിൽ തന്നെ ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷിലായിട്ട് തിരിച്ചിരിക്കുകയാണ്. നല്ല രസമുണ്ട് കാണാനായിട്ട്. അതിന് താഴ്വശത്തേക്ക് വരുന്ന സമയത്ത് നമ്മുടെ AC ഓപ്പറേറ്റ് ചെയ്യാനായിട്ടുള്ള നോബുകൾ വന്നിരിക്കുന്നു. ഇത് നമുക്ക് നോർമൽ ടൈപ്പ് AC ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതിനുള്ള നോബുകളൊക്കെ കൂടെ കൊടുത്തിരിക്കുന്നു. അതിന് താഴ്വശത്തേക്ക് നോക്കുന്ന സമയത്ത് നമുക്ക് ചെറിയൊരു സൺ ഗ്ലോസ് ഒക്കെ വെക്കണമെങ്കിൽ അങ്ങനെ വെക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കോയിൻസും കാര്യങ്ങളൊക്കെ ഇട്ട് വെക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സ്റ്റോറേജ് സ്പേസ് കൂടെ കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നെ ഈ കാണുന്നതാണ് നമുക്ക് ഗിയർ ലിവർ വന്നിരിക്കുന്നത്. ഇതിൽ നമുക്ക് 5 ഗിയറാണ് വന്നിരിക്കുന്നത്, ഒരു റിവേഴ്സ് ഗിയറും. ഇതാണ് എൻ്റെ ഗിയർ നോബ് വന്നിരിക്കുന്നത്. ഇത് ഒരു കംപ്ലീറ്റ് ഒരു ബ്ലാക്ക് ഫിനിഷിലാണ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ സൈഡ് വശത്തേക്ക് നോക്കുന്ന സമയത്ത് ഒരു ഗ്രേ കളറിലുള്ള ഫിനിഷിങ്ങും കംപ്ലീറ്റ് ബ്ലാക്ക് ഫിനിഷിങ്ങും വന്നിരിക്കുന്നു. പിന്നെ ഇത് എക്കണോമി മോഡിലേക്ക് ചേഞ്ച് ചെയ്യാനായിട്ടുള്ള നമ്മുടെ ഒരു സ്വിച്ചാണ്. ഇതിലേക്ക് മാറ്റുകയാണെങ്കിൽ നമുക്ക് എക്കണോമി മോഡിലേക്ക് വണ്ടിയുടെ കംപ്ലീറ്റ് സിസ്റ്റം മാറ്റാനായിട്ട് സാധിക്കും. പിന്നെ നമുക്ക് താഴ്വശത്തേക്ക് വരുന്ന സമയത്ത് ഒരു ചെറിയ വീണ്ടും ഒരു സ്റ്റോറേജ് സ്പേസ് കാണാൻ സാധിക്കുന്നുണ്ട്. ഇതാണ് ഹാൻഡ് ബ്രേക്ക് വന്നിരിക്കുന്നത്. ഇതിൻ്റെ ടിപ്പ് വന്നിരിക്കുന്നത് ഒരു സിൽവർ ഫിനിഷിലാണ് വന്നിരിക്കുന്നത്. പിന്നെ 2 ബോട്ടിൽ ഹോൾഡർ വയ്ക്കാനുള്ള ഒരു സ്പേസ് കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നെ 12 വോൾട്ടിൻ്റെ ചാർജിങ് സോക്കറ്റോടെ കണക്ട് ചെയ്യാനായിട്ടുള്ള കാർ ചാർജർ കണക്ട് ചെയ്യാനായിട്ടുള്ള ഒരു സോക്കറ്റോടെ വന്നിരിക്കുന്നു. പിന്നെ കോ ഡ്രൈവർ സൈഡിലേക്ക് നോക്കുന്ന സമയത്ത് നമുക്ക് എയർ ബാഗ് കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നെ ഒരു AC വെൻറ്റ് വന്നിരിക്കുന്നു. പിന്നെ ഇതിലാണ് നമുക്ക് നമ്മുടെ ഗ്ലൗ ബോക്സ് വന്നിരിക്കുന്നത്. അത്യാവശ്യം നല്ല സ്റ്റോറേജ് സ്പേസിലെ ഗ്ലൗ ബോക്സ് തന്നെയാണ് ഒരു വണ്ടിയിൽ വന്നിരിക്കുന്നത്. ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്ന പോലെ തന്നെ നല്ല രീതിയിലുള്ള സ്റ്റോറേജ് സ്പേസ് ഇതിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ഫ്രണ്ടിലെ ഡാഷ്ബോർഡിനെ കുറിച്ച് പറയാനായിട്ടുള്ളത്. ഒരു ഡബിൾ ടോണിലാണ് ഡാഷ്ബോർഡ് വന്നിരിക്കുന്നത്. ഒരു ബ്ലാക്ക് സിൽവർ എന്നുള്ള ഫിനിഷിങ്ങിലാണ് വന്നിരിക്കുന്നത്. അതിനുള്ള പിയാനോ ബ്ലാക്ക് ഫിനിഷിങ്ങും സിൽവർ ക്രോമിയം ഫിനിഷിങ്ങും കൂടുതൽ ഡ്രസ്സാക്കിയിട്ടുണ്ട്. നമ്മൾ ഓവറോൾ പറയുന്ന സമയത്ത് നല്ല ഒരു തെറ്റില്ലാത്ത രീതിയിലുള്ള ഒരു സെൻറ്റർ കൺസോളും ഒരു ഡാഷ്ബോർഡ് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇനി മുകളവശത്തേക്ക് നോക്കുന്ന സമയത്ത് നമുക്ക് സൺവൈസറിൽ ഒരു ബ്ലാങ്ക് ടിക്കറ്റ് ഹോൾഡർ മാത്രമാണ് കാണാൻ സാധിക്കുന്നത്. പിന്നെ നമുക്ക് ക്യാബിൻ ലൈറ്റ് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇതിനുള്ള ഒരു സ്വിച്ചും ഇവിടെ കൊടുത്തിരിക്കുന്നുണ്ട്. പിന്നെ ഇതിലും നമുക്ക് വേറെ വാനിറ്റി മിററും കാര്യങ്ങളൊന്നും വരുന്നില്ല. ബ്ലാങ്ക് ആയിട്ടുള്ള സൺവൈസർ തന്നെയാണ് വന്നിരിക്കുന്നത്. പിന്നെ നമുക്ക് 3 ഡോറിലും തന്നെ നമ്മുടെ ഗ്രാബ് ഹാൻഡിൽ വന്നിരിക്കുന്നു. എല്ലാ സീറ്റിലും തന്നെ നമുക്ക് സീറ്റ് ബെൽറ്റുകൾ കാണാൻ സാധിക്കുന്നുണ്ട്. അത്യാവശ്യം നല്ല രീതിയിലുള്ള സീറ്റും നല്ല അപ്പോൾസ്റ്റർ തന്നെയാണ് സീറ്റിൽ കാണാൻ സാധിക്കുന്നത്. ഇനി നമുക്ക് പുറകുവശത്തേക്ക് ഒന്ന് നോക്കാം. പുറകുവശത്ത് എങ്ങനെയാണെന്ന് നോക്കാം. പുറകുവശത്തേക്ക് നോക്കുന്ന സമയത്ത് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, ഇത് ബാക്കിലെ നമ്മുടെ വിൻഡോ വന്നിരിക്കുന്നത് വൈൻഡിങ് ടൈപ്പിലാണ്. നമുക്ക് താഴ്ത്താനും പൊക്കാനൊക്കെ സാധിക്കുള്ളൂ. പിന്നെ നല്ല രീതിയിലുള്ള ഒരു എന്താ പറയുക ഡോർ ഹാൻഡിൽസും വന്നിരിക്കുന്നു. അടയ്ക്കാനും തുറക്കാനൊക്കെ ആയിട്ട് സാധിക്കുന്ന
നല്ലൊരു ഡോർ ഹാൻഡിൽസോട് കാണാൻ സാധിക്കുന്നുണ്ട്. ഡോർ ഓപ്പണർ വന്നിരിക്കുന്നത് പിയാനോ ബ്ലാക്കിൽ തന്നെയാണ് ഡോർ ഓപ്പണറും വന്നിരിക്കുന്നത്. പിന്നെ നമുക്ക് ട്വിറ്റർ വയ്ക്കാനും അതുപോലെ തന്നെ സ്പീക്കർ വയ്ക്കാനുള്ള സ്പേസ് കാണാൻ സാധിക്കുന്നുണ്ട്. ഒരു 1 ലിറ്റർ ബോട്ടിൽ ഹോൾഡറും പിന്നെ നമുക്ക് ചെറിയ സ്പേസും ഇവിടെ കൊടുത്തിരിക്കുന്നുണ്ട്. പിന്നെ സീറ്റുകളെ കുറിച്ച് പറയുന്ന സമയത്ത് നമുക്ക് കുട്ടികളുടെ സീറ്റ് ISO ഫിക്സ് ഒക്കെ ചെയ്യാൻ പറ്റുന്ന കുട്ടികളുടെ സീറ്റൊക്കെ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള സീറ്റാണ് വന്നിരിക്കുന്നത്. പുറകുവശത്തേക്ക് നോക്കുന്ന സമയത്ത് അത്യാവശ്യം നല്ല രീതിയിൽ തൈ സപ്പോർട്ടൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. വലിയ കുഴപ്പമില്ലാത്ത രീതിയിലുള്ള തൈ സപ്പോർട്ട് നമുക്ക് അവൈലബിൾ ആണ്. പിന്നെ നല്ല സീറ്റാണ്. ഒരു 3 ആൾക്ക് സുഖമായിട്ട് ഇരുന്ന് യാത്ര ചെയ്യാൻ പറ്റുന്നു. അതായത് ഒരു നോർമൽ സൈസുള്ള 3 ആൾക്ക് സുഖമായിട്ട് ഇരുന്ന് യാത്ര ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സീറ്റിംഗ് തന്നെയാണ് വന്നിരിക്കുന്നത്. ഇത് 60/40 നമുക്ക് മടക്കാൻ പറ്റില്ല. ഒരു ബെഞ്ച് ടൈപ്പാണ് വന്നിരിക്കുന്നത്. കംപ്ലീറ്റ് ആയിട്ട് മടക്കാൻ മാത്രമേ പറ്റുള്ളൂ. 3 ഇതിലും നമുക്ക് നമ്മുടെ സീറ്റ് ബെൽറ്റുകൾ കാണാൻ സാധിക്കുന്നുണ്ട്. എല്ലാ ഡോറിലും തന്നെ നമുക്ക് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഗ്രാബ് ഹാൻഡ്സും കാണാൻ സാധിക്കുന്നുണ്ട്. അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇത്ര ഹൈറ്റുള്ള ആളായിട്ട് പോലും നല്ല രീതിയിൽ കാലൊക്കെ നിർത്തി വെച്ച് നല്ല സുഖമായിട്ട് ഇരിക്കാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് ഇത് ഡിസൈനൊക്കെ ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല സ്പേസ് ഒക്കെ ഉള്ളിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ഈ ഒരു സീറ്റാണെങ്കിൽ ഇപ്പോൾ സ്കൂപ്പ് ചെയ്തിട്ടുള്ള സീറ്റാണ് വന്നിരിക്കുന്നത്. അപ്പോൾ വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ നമുക്കത് ചെയ്യാനായിട്ട് സാധിക്കും. നല്ല ഉള്ളിൽ നല്ല സ്പേസും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ലൊരു പ്ലസൻ്റ് ആയിട്ടുള്ള ഒരു ഇൻറ്റീരിയർ തന്നെയാണ് നമുക്ക് ഈ വണ്ടിയിൽ കാണാൻ സാധിക്കുന്നത്. ഇനി നമുക്ക് ഈ ഒരു വണ്ടിയിൽ നിന്ന് ഡ്രൈവ് ചെയ്ത് നോക്കാം. ഡ്രൈവിംഗ് കംഫർട്ട് എങ്ങനെയാണ് നോക്കാം. അപ്പോൾ നമ്മുടെ ടാറ്റ അൾട്രോസ് വണ്ടി ഓടിച്ച് നോക്കാൻ പോവുകയാണ്. ഇനി നമുക്ക് ഈ വണ്ടിയുടെ പെർഫോമൻസ് എങ്ങനെയാണ് നോക്കാം. അപ്പോൾ വണ്ടി നമ്മൾ ജസ്റ്റ് ഒന്ന് എടുക്കുകയാണ്. അപ്പോൾ നമ്മളിത് മാനുവൽ വണ്ടിയാണ്. നമുക്കിതിൽ ഓട്ടോമാറ്റിക് വരുന്നില്ല. ഓൾട്രോസിൽ ആക്ച്വലി ഓട്ടോമാറ്റിക് വരുന്നില്ല. പെട്രോളും ഡീസൽ വേരിയൻ്റ് അവൈലബിൾ ആണ്. 1.2 ലിറ്റർ പെട്രോൾ 3 സിലിണ്ടർ വണ്ടിയും അതുപോലെ തന്നെ 1.5 ലിറ്റർ ഡീസൽ വണ്ടി നമുക്ക് അവൈലബിൾ ആണ്. നമ്മുടെ ടാറ്റ ടിയാഗോ റിവ്യൂ ചെയ്തപ്പോൾ നമുക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞിരുന്നു നമുക്ക് ചെറിയൊരു വൈബ്രേഷൻ, എഞ്ചിൻ വൈബ്രേഷൻ നമുക്ക് കിട്ടുന്നതാണുള്ളത്. അതായത് ബോഡി നമുക്ക് ജസ്റ്റ് ഒന്ന് ജർക്ക് ഉണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു വണ്ടി സ്റ്റാർട്ട് ചെയ്തപ്പോൾ നമുക്ക് അങ്ങനത്തെ ഒരു ജർക്ക് ചെയ്യുന്നൊരു ഫീലൊന്നും ഉണ്ടായില്ല. നല്ല സ്മൂത്തായിട്ട് തന്നെ നമുക്ക് വണ്ടി സ്റ്റാർട്ടായി കിട്ടി. വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല. പിന്നെ ടാറ്റ ടിയാഗോയിൽ കണ്ട പോലെ തന്നെ നല്ല സ്മൂത്തായിട്ടുള്ള സ്റ്റിയറിംഗ് വീലാണ് നമുക്കിതിൽ വന്നിരിക്കുന്നത്. വളരെ ഈസി ആയിട്ട് നമുക്ക് വളയ്ക്കാനും തിരിക്കാനൊക്കെ പറ്റുന്നുണ്ട്. നല്ല ഈസി ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന സ്റ്റിയറിംഗ് വീലാണ്. നല്ല സ്മൂത്താണ് സ്റ്റിയറിംഗ് വീല്. അത് നല്ലൊരു കാര്യമാണ്. പിന്നെ എനിക്ക് ഈ ഗിയർ ഇടുമ്പോൾ ചേഞ്ച് ചെയ്യുമ്പോൾ ചെറുതായിട്ട് ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നുണ്ട്. കാരണം ഇതിൻ്റെ ഓൾറെഡി ഇതിൻ്റെ നമ്മുടെ ഈ ഒരു ഗിയറിൻ്റെ നോബ് വന്നിരിക്കുന്നത് കുറച്ച് ഹൈറ്റിലാണ്. പിന്നെ വീണ്ടും കുറച്ചുകൂടി ഹൈറ്റിലാണ് ഇതിൻ്റെ ആ ഒരു ലിവർ നമുക്ക് അങ്ങോട്ട് ഇങ്ങോട്ട് മാറ്റാം. അപ്പോൾ നമ്മുടെ കൈ അത്രയും കംഫർട്ട് അല്ലേ എന്നൊരു സംശയമുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു നമ്മളത് യൂസ്ഡ് ആയി കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടുണ്ടായിരിക്കില്ല. പക്ഷെ നമുക്ക് ഇപ്പോൾ അത് ഓടിക്കുമ്പോൾ ചെറിയൊരു ബുദ്ധിമുട്ട് പോലെ തോന്നുന്നുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു വണ്ടി മേടിച്ച് നമ്മളിത് യൂസ്ഡ് ആയി കഴിഞ്ഞാൽ ചിലപ്പോൾ അത് ഓക്കെ ആയിരിക്കും. പിന്നെ എഞ്ചിൻ്റെ ഭാഗത്തുനിന്ന് വലിയ നോയ്സ് ഒന്നും വരുന്നില്ല. നമ്മളിപ്പോൾ സാധാരണ ഇപ്പോൾ ഒരു 60 കിലോമീറ്റർ സ്പീഡിലാണ് പോകുന്നത്. വലിയൊരു സ്പീഡിലൊന്നും അല്ല. പക്ഷേ ഇപ്പോൾ ഒരു 60 കിലോമീറ്റർ സ്പീഡിലാണ് പോകുന്നത്. നമുക്ക് വേറെ എഞ്ചിൻ നോയ്സും കാര്യങ്ങളൊന്നും കിട്ടുന്നില്ല. നല്ല സ്മൂത്തായിട്ട് നമുക്ക് വണ്ടി ഓടിക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ എനിക്കിതിൽ ഇഷ്ടപ്പെട്ടൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സ്റ്റിയറിംഗ് തന്നെയാണ്. നല്ല സ്മൂത്ത് ആയിട്ടുള്ള സ്റ്റിയറിംഗ് ആണ്. നമുക്ക് കൊണ്ടു നടക്കാൻ പറ്റിയ ടൈപ്പ് ഒരു സ്റ്റിയറിംഗ് ആണ്. ഞാൻ ജസ്റ്റ് ഒന്ന് കാല് കൊടുത്ത് നോക്കാൻ പോവാണ്. വണ്ടി കയറുന്നുണ്ട്. നമ്മുടെ ടിയാഗോരെ പോലെ ഒരു ലാഗ് ഇവിടെ കാണിക്കുന്നില്ല. വണ്ടി കയറുന്നുണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. വണ്ടി ഒന്ന് നിർത്തിയിട്ടിട്ട് നോക്കാം, എടുത്ത് നോക്കിയാൽ അങ്ങനെ ഉണ്ടെന്നുള്ളത്. പിന്നെ ടാറ്റ ഓൾട്രോസിനെ കുറിച്ച് പറയുന്ന സമയത്ത് നമുക്ക് 5 സ്റ്റാർ സേഫ്റ്റി റേറ്റിംഗ് ഉള്ള ഒരു വണ്ടിയാണ് ടാറ്റ ഓൾട്രോസ്. അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ എക്കണോമിയിൽ, അതായത് പെട്രോൾ മൈലേജിൻ്റെ കേസിൽ പറയുകയാണെങ്കിലും നല്ല മൈലേജ് പ്രൊവൈഡ് ചെയ്യുന്നൊരു വണ്ടിയാണ് ടാറ്റ ഓൾട്രോസിൻ്റെ പെട്രോൾ വേരിയൻ്റ് എന്ന് പറഞ്ഞാൽ. ഒരുപാട് ആൾക്കാർ ഇപ്പോൾ നല്ല രീതിയിൽ ചൂസ് ചെയ്യുന്നുണ്ട്. നമുക്കിതിൽ സിറ്റി ഹൈവേ എന്ന് പറഞ്ഞ രീതിയിൽ നമ്മുടെ എഞ്ചിനൊക്കെ ട്യൂൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ എക്കോണമി മോഡൽ ഇടാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ മൈലേജ് കിട്ടും. ഇനി നമുക്ക് സിറ്റിയിൽ ഇടാണെങ്കിലും അത്യാവശ്യം നല്ല പെർഫോമൻസും നല്ലൊരു മൈലേജും നമുക്കിതിൽ കിട്ടുന്നുണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് കാല് കൊടുത്ത് നോക്കാം. ഇപ്പോൾ വണ്ടികളൊന്നും ഇല്ല. ഇപ്പോൾ നമ്മൾ 4th ഗിയറാണ് ഉള്ളത്. നമ്മളിപ്പോൾ ജസ്റ്റ് കാല് കൊടുക്കുമ്പോൾ വണ്ടി നല്ല രീതിയിൽ തന്നെ കയറുന്നുണ്ട്. അപ്പ് ഷിഫ്റ്റ് ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. നമുക്ക് നിപ്പിൽ തന്നെ വണ്ടി ഇപ്പോൾ 180 above 100ൻ്റെ അടുത്ത് നമുക്ക് എത്തി. വണ്ടി നല്ല രീതിയിൽ തന്നെ വണ്ടി കയറുന്നുണ്ട്. വേറെ ലാഗും കാര്യങ്ങളും ഇഷ്യൂസൊന്നും ഇല്ല. പക്ഷെ നമുക്ക് വണ്ടി എനിക്ക് തോന്നുന്നു ഒരു 80 above പോയി കഴിഞ്ഞാൽ ചെറിയൊരു നോയ്സ് ഉള്ളിലേക്ക് ഉണ്ട് എന്നുള്ളതാണ് എനിക്കിപ്പോൾ ഫീൽ ചെയ്തത്. അത് എനിക്ക് തോന്നുന്നു എനിക്ക് ഒരു ഫുൾ ഓപ്ഷൻ വണ്ടിയൊക്കെ ആകുമ്പോൾ കുറച്ചും കൂടി നോയ്സ് കുറയാനുള്ള സാധ്യതയുണ്ട്. കാരണം നമുക്കതിൽ സെറ്റും കാര്യങ്ങളും ഇൻസ്ട്രുമെൻറ്റും കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് കുറച്ചും കൂടി ഒരു നോയ്സ് കുറയാനുള്ള സാധ്യതയുണ്ട്. എഞ്ചിൻ നോയ്സ് അല്ല, ആക്ച്വലി പുറത്തുള്ള നോയ്സാണ് ഉള്ളിലേക്ക് കേൾക്കുന്നത്. ചിലപ്പോൾ ഫുൾ ഓപ്ഷൻ വണ്ടിയിൽ വരുന്ന സമയത്ത് ചിലപ്പോൾ അത് കുറച്ചും കൂടി നോയ്സ് കുറയാനായിട്ടുള്ള സാഹചര്യം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പിന്നെ നമുക്ക് സൈഡ് മിററിനെ കുറിച്ച് പറയുന്ന സമയത്ത് നല്ല രീതിയിൽ തന്നെ ബാക്കിലെ വണ്ടികളൊക്കെ വളരെ വൃത്തിയായിട്ട് തന്നെ കാണാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സ്ക്വയർ ടൈപ്പാണ് നമുക്ക് സൈഡ് വ്യൂ മിറർ വന്നിരിക്കുന്നത്. നല്ല രസമായിട്ട് തന്നെ ബാക്കിലെ വണ്ടികളൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോ ഡിമ്മിങ് മിററാണ് വന്നിരിക്കുന്നത്. ഈ ഒരു വണ്ടി ബേസ് വേരിയൻ്റ് ആയിട്ട് പോലും നമുക്ക് ഇതിൽ ഓട്ടോ ഡിമ്മിങ് മിറർ വരുന്നുണ്ട്. അത് നല്ലൊരു കാര്യമാണ്. നമുക്ക് എന്താ പറയുക, ഒരു ഫാമിലി ഓറിയൻറ്റഡ് വണ്ടി എന്ന് തന്നെ പറയാം. ഒരു സാധാരണക്കാരന്
വേണ്ട എല്ലാ ഫീച്ചേഴ്സും നമുക്ക് ഈ വണ്ടിയിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ഇപ്പോൾ ഇതിൽ നമുക്ക് കണ്ടോ, ഇതൊക്കെ ട്വിറ്റേഴ്സും കാര്യങ്ങളൊക്കെ വെക്കാനുള്ള ഒരു പ്രൊവിഷനൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് വേണമെങ്കിൽ നമുക്ക് എക്സ്ട്രാ ആക്സസറീസ് ആയിട്ട് വെക്കാം. ഇപ്പോൾ ബേസ് വണ്ടിയിൽ അത് വരുന്നില്ല, പക്ഷേ നമുക്ക് ഫുൾ ഓപ്ഷൻ വണ്ടിയിലൊക്കെ നമുക്ക് സ്പീക്കർ സിസ്റ്റം ഒക്കെ നമുക്ക് അറിയാം, ഹർമാൻ്റെ മ്യൂസിക് സിസ്റ്റം കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പക്ഷേ നമുക്ക് ബേസ് മോഡലിൽ അത് ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ നമുക്ക് എക്സ്ട്രാ ആയിട്ട് വെക്കണമെങ്കിൽ വെക്കാനുള്ള പോർഷനും കാര്യങ്ങളൊക്കെ അവർ കൊടുത്തിട്ടുണ്ട്. നമുക്കത് എക്സ്ട്രാ ആഡ് ചെയ്യാവുന്നതുള്ളൂ. അപ്പോൾ ഇതിൽ ബേസ് മോഡൽ വണ്ടിയിൽ ആക്ച്വലി പറയുകയാണെങ്കിൽ നമുക്കത് ഓടിച്ച് നോക്കി പെർഫോമൻസിൻ്റെ കാര്യമാണ് കൂടുതൽ പറയാനായിട്ടുള്ള ഓപ്ഷൻസ് വളരെ കുറവാണ്. പക്ഷേ ഒരു 6,40,000 രൂപയ്ക്ക് കൊടുക്കുമ്പോൾ കിട്ടേണ്ട ഫീച്ചേഴ്സൊക്കെ നമുക്കിതിൽ അവൈലബിൾ ആണ്. ഒരു വാല്യൂ ഫോർ മണി എന്ന് തന്നെ പറയാം. നമുക്കൊരു ഒരൊറ്റ ഡ്രോബാക്ക് ഉള്ളൂ ഇതിൽ ഈ വണ്ടിയെ കുറിച്ച് പറയാനായിട്ടുള്ളത്. 3 സിലിണ്ടർ വണ്ടിയാണെന്നുള്ള ഒറ്റ ഡ്രോബാക്കാണ് നമുക്കിപ്പോൾ ഈ ഓടിച്ച് നോക്കുമ്പോൾ നമുക്ക് അറിയാൻ സാധിക്കുന്നത്. വേറെ എല്ലാ കാര്യത്തിലും ഈ ഒരു വണ്ടി അടിപൊളിയാണ്. ഇപ്പോൾ ഡ്രൈവിങ്ങിൻ്റെ കംഫർട്ടിൻ്റെ കാര്യത്തിലൊക്കെ ഞാൻ പറഞ്ഞില്ല, സ്റ്റിയറിംഗ് ഒക്കെ നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നുണ്ട്. വണ്ടി കാല് കൊടുക്കുമ്പോൾ കയറി പോകുന്നുണ്ട്. എനിക്ക് ടിയാഗോ ഓടിച്ചപ്പോൾ ഇത്ര ഒരു പെർഫോമൻസ് എനിക്ക് കിട്ടിയിരുന്നില്ല. പക്ഷേ ഈ ഒരു വണ്ടി ഓൾട്രോസ് ഓടിക്കുന്ന സമയത്ത് നല്ല പെർഫോമൻസ് നമുക്ക് കിട്ടുന്നുണ്ട്. ആ ഒരു എഞ്ചിൻ്റെ നോയ്സ് ആണ് നമുക്കൊരു, അതായത് 3 സിലിണ്ടർ വണ്ടി ആകുമ്പോൾ വരുന്ന ഒരു ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു എഞ്ചിൻ്റെ നോയ്സ് കുറച്ചുകൂടി കൂടുതലായിരിക്കും. എന്ന് വെച്ചാൽ 3 സിലിണ്ടർ ആകുമ്പോൾ അതിൻ്റെതായ ഒരു വ്യത്യാസങ്ങൾ നമുക്കതിൽ കാണാൻ സാധിക്കും. അപ്പോൾ അതാണ് നമുക്കിതിൽ കാണാൻ സാധിക്കുന്ന ഒരു പോരായ്മ എന്ന് പറയാനുള്ളത്. ബാക്കി എല്ലാം കൊണ്ടും നല്ല മികച്ചൊരു വണ്ടി തന്നെയാണ് ടാറ്റ ഓൾട്രോസ് എന്ന് പറയാം. കാരണം ഇപ്പോൾ നല്ല ഹൈറ്റ് ഉണ്ട്. ഇപ്പോൾ ഈ ഒരു സീറ്റിന് ശരിക്കും ഹൈറ്റ് അഡ്ജസ്റ്റ്മെന്റ് ഇല്ല, എന്നിട്ട് പോലും എനിക്ക് നല്ല രീതിയിൽ ഫ്രണ്ടിലുള്ള കാര്യങ്ങളൊക്കെ വളരെ ക്ലിയർ ആയിട്ട് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. നല്ല വിൻഷീൽഡാണ്. അതിൻ്റെ ആ ഒരു പൊസിഷൻ ആണെങ്കിലും നമുക്ക് പെട്ടെന്ന് പൊടിയൊന്നും പിടിക്കാത്ത രീതിയിലുള്ള ഒരു വിൻഷീൽഡിൻ്റെ ഡിസൈനാണ് വന്നിരിക്കുന്നത്. ആ ഒരു ചെരിഞ്ഞിട്ടാണ് വന്നിരിക്കുന്നത്. നല്ല ഭംഗിയായിട്ട് കാണാനൊക്കെ ആയിട്ട് നല്ല രീതിയിൽ നമുക്ക് പുറത്തുള്ള കാഴ്ചകൾ കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നെ AC നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ACയുടെ പെർഫോമൻസ് ഇപ്പോൾ ഇതിൽ ഓട്ടോ AC വന്നിട്ടില്ല, നമുക്ക് നോർമൽ AC ആണ് വന്നിരിക്കുന്നത്. AC നമ്മൾ ഇട്ടപ്പോൾ തന്നെ നല്ല രീതിയിൽ കൂള് വരുന്നുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല കൂളിംഗ് നമുക്ക് AC കിട്ടുന്നുണ്ട്. നമ്മളിപ്പോൾ ജസ്റ്റ് ഒന്ന് ഓൺ ആക്കിയിട്ടുള്ള AC, പക്ഷെ എന്നിട്ട് പോലും നല്ല രീതിയിൽ കൂളിംഗ് നമുക്ക് ഇതിൽ കിട്ടുന്നുണ്ട്. നമ്മൾ ഇട്ടപ്പോൾ തന്നെ അത് അറിയാണ്ട്, ശരിക്കും എടുത്ത് അറിയാനായിട്ടുണ്ട്. നല്ല പെർഫോമൻസ് ഉള്ള AC തന്നെയാണ് വന്നിരിക്കുന്നത്. ഓവറോൾ ഒരു 6,40,000 റുപ്പീസ് നമ്മൾ നോക്കുന്ന സമയത്ത് കിട്ടേണ്ട ഒരു വണ്ടി. പിന്നെ ഒരു കാര്യം കേട്ടോ, ഫീച്ചേഴ്സൊന്നും അല്ല, സേഫ്റ്റി ഇതിൽ ഏറ്റവും കൂടുതൽ സേഫ്റ്റി ആണല്ലോ നമ്മൾ നോക്കുന്ന ഒരു കാര്യം ഇപ്പോൾ. അപ്പോൾ സേഫ്റ്റിയുടെ കാര്യം പറയുമ്പോൾ 5 സ്റ്റാർ റേറ്റിങ്ങിലുള്ള ഒരു ഹാച്ച് ബാക്ക്, ഈ ഒരു ഹാച്ച് ബാക്കിൻ്റെ സെഗ്മെൻറ്റിൽ ഈ ഒരു 5 സ്റ്റാർ റേറ്റിങ്ങിൽ ഈ ഒരു പ്രൈസിന് ഇത്രയും ഫീച്ചറുള്ള ഒരു വണ്ടി എനിക്ക് തോന്നുന്നത് ഉണ്ടാവാൻ സാധ്യത. കാരണം ഇപ്പോൾ ഇതിൻ്റെ ഇൻറ്റീരിയർ ആണെങ്കിലും ഡ്യുവൽ ടോണാണ് ഇൻറ്റീരിയർ വന്നിട്ടുള്ളത്. നമുക്ക് AC വെൻറ്റിൻ്റെ ഒക്കെ അതിൽ ഒരു ക്രോമിങ് ഫിനിഷിങ് കൊടുത്തുള്ള ഭംഗിയാക്കിയിട്ടുണ്ട്. മീറ്റർ ക്ലസ്റ്റർ ആണെങ്കിലും വലിയ തെറ്റില്ലാത്തൊരു മീറ്റർ ക്ലസ്റ്റർ വന്നിട്ടുണ്ട്. പിന്നെ എന്താ പറയുക, ഒരു ഡോർ പാഡൊക്കെ ആണെങ്കിലും ഒരു ഡ്യുവൽ ടോണിലൊക്കെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന പൈസയ്ക്കുള്ള എലമെൻറ്റ്സും കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ഇല്ലാതൊന്നുമില്ല. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഒരു എന്താ പറയുക ഹാച്ച് ബാക്ക് സെഗ്മെൻറ്റിൽ ഒരു 5 സ്റ്റാർ റേറ്റിങ്ങും ഇത്രയും ഒരു ഫീച്ചേഴ്സും ഒക്കെ ഉള്ളൊരു വണ്ടി വേറെ ഉണ്ടാവുന്ന സംശയമാണ്. എനിക്ക് ആ കൂടിയിട്ടൊരു ഡ്രോബാക്ക് ആയിട്ട് തോന്നിയത് ആ ഒരു 3 സിലിണ്ടറിൻ്റെ ഒരു ബുദ്ധിമുട്ട് മാത്രമാണ് ഒരു ഡ്രോബാക്ക് ആയിട്ട് എനിക്കിപ്പോൾ തോന്നിയത്. ഇപ്പോൾ ഇതിലിപ്പോൾ നമ്മളിപ്പോൾ ഓടിച്ചു തുടങ്ങി, ഇപ്പോൾ ടെസ്റ്റ് ഡ്രൈവ് തുടങ്ങിയിട്ട് നമ്മൾ ഓടിച്ചു തുടങ്ങിയിട്ട് ഇപ്പോൾ ഏകദേശം കാണിക്കുന്നത് ഒരു 15.8 ആവറേജ് കാണിക്കുന്നത്. എനിക്ക് തോന്നുന്നു അത് നമ്മൾ ഡെയിലി യൂസ് ഒക്കെ ആണെങ്കിൽ, നമ്മൾ ഡെയിലി ഉപയോഗിക്കുന്ന ഒരു വണ്ടിയൊക്കെ ആണെങ്കിൽ എനിക്ക് തോന്നുന്നു ഒരു 17-18 ഈസി ആയിട്ട് നമുക്ക് കിട്ടാനുള്ള സാധ്യതയുണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് വണ്ടി നിർത്തി നോക്കണം എങ്ങനെയാണ് അതിൻ്റെ ക്വിക്ക് റെസ്പോൺസ് എന്നുള്ളത്. ജസ്റ്റ് നമുക്കൊരു സൈഡിൽ ഒതുക്കിയിട്ട് നമുക്കൊന്ന് എടുത്ത് നോക്കണം. എന്നിട്ട് നമുക്ക് നോക്കാം എങ്ങനെയുണ്ടെന്നുള്ളത്. BMW ഓഫ് എന്താ പോക്ക്. അപ്പോൾ നമ്മൾ വണ്ടി നിർത്തിയിരിക്കുകയാണ്. നമുക്ക് ജസ്റ്റ് ഒന്ന് വലിപ്പിച്ച് നോക്കാം വണ്ടി എങ്ങനെ കയറണമെന്നുള്ളത്. അപ്പോൾ പെട്ടെന്ന് കയറേണ്ട എന്തെങ്കിലും ലാഗിട്ടോ നമുക്ക് നോക്കിയാൽ. ഇപ്പോൾ 3 സിലിണ്ടർ വണ്ടി ആയതുകൊണ്ട് അപ്പോൾ നമ്മൾ ജസ്റ്റ് കൊടുക്കാൻ പോവാണ്. വണ്ടി 6000 RPM അടിപൊളി റെഡ് ലൈൻ ചെയ്യുന്നുണ്ട്. റെഡ് ലൈൻ ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു എന്താ പറയുക നോബിൻ്റെ ഉള്ളിൽ ഒരു റെഡ് ലൈറ്റ് ഒക്കെ കണ്ട് രസമായിട്ട് റെഡ് ലൈൻ ചെയ്യണ കാണാൻ. വണ്ടി നല്ല സ്മൂത്തായിട്ട് നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റും. അതാണ് ഈ ഒരു സ്റ്റിയറിംഗ് ഒക്കെ നല്ല സ്റ്റെബിലിറ്റി ഉള്ള സ്റ്റിയറിംഗ്. നമ്മളെ നല്ല എന്താ പറയുക ടേണിങ് റേഡിയസും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്ന സമയത്ത് നമുക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് വണ്ടി തിരിച്ചൊക്കെ എടുക്കാം. നമ്മൾ കണ്ട പോലെ തന്നെ വളരെ ഈസി ആയിട്ട് നല്ല രീതിയിൽ നമുക്ക് എടുക്കാൻ പറ്റും. ഷോക്ക് അപ്സർ എനിക്ക് വലിയ കുറ്റം തോന്നിയില്ല കേട്ടോ. ഷോക്ക് അപ്സർ നല്ല ഷോക്ക് അപ്സറാണ് വന്നിരിക്കുന്നത്. ഒരു വലിയ കുഴപ്പമില്ലാത്ത സ്മൂത്ത് സൈഡിൽ തന്നെയാണ് വന്നിരിക്കുന്നത്. വലിയ കുഴപ്പമില്ല. നല്ല ഉള്ളിലേക്ക് വലിയ ഇതൊന്നുമില്ല, ബുദ്ധിമുട്ടൊന്നുമില്ല. നമുക്ക് ജസ്റ്റ് വണ്ടി ഒന്ന് കാല് കൊടുത്ത് എടുത്ത് നോക്കി നോക്കാം. അപ്പോൾ നമ്മൾ വണ്ടി എടുത്തു. ഇതിൽ 5500 RPM കഴിയുമ്പോൾ റെഡ് ലൈൻ ആവുന്നുണ്ട്. റെഡ് ലൈൻ ആകുമ്പോൾ നമ്മുടെ
ഈ ഒരു നീഡിലെ കളർ മാറുന്നുണ്ട്, ചുവന്ന കളറിലേക്ക് ആ നീഡിലിന്റെ കളർ മാറുന്നുണ്ട്. നമുക്ക് വളരെ ഈസി ആയിട്ട് വണ്ടി കയറുന്നുണ്ട്. നമുക്ക് യാതൊരു വിധത്തിൽ ലാഗും ഇല്ല. എന്താ പറയുക, ആ ഒരു 3 സിലിണ്ടർ വണ്ടി ആണെന്നുള്ളതിൻ്റെ ഒരു ബുദ്ധിമുട്ടൊന്നും നമുക്ക് കാണാനില്ല. വളരെ ഈസി ആയിട്ട് എടുക്കാൻ പറ്റുന്നുണ്ട്. ഫസ്റ്റ് ഗിയർ നമ്മൾ എടുക്കുന്ന സമയത്ത് അതൊന്ന് നോക്കിയെടുക്കണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഇനീഷ്യൽ പവർ ചെറിയൊരു കുറവുണ്ട്. പക്ഷെ നമ്മൾ വണ്ടി എടുത്ത് ഒന്ന് പരിചയിച്ച് കഴിഞ്ഞാൽ അത് കറക്റ്റ് ആവും എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ആ എടുക്കുന്ന സമയത്ത് ചെറിയൊരു ഇതുണ്ട്. പക്ഷേ സെക്കൻഡ് ഗിയർ, തേർഡ് ഗിയർ, ഫോർത്ത് ഗിയർ, ഫിഫ്ത്ത് ഗിയർ ഒക്കെ അടിപൊളി കേട്ടോ. വണ്ടി നല്ല സുഖമായിട്ട് ഓടിക്കാൻ പറ്റുന്നുണ്ട്. ഫസ്റ്റ് നല്ല സ്മൂത്ത് ആയിട്ട് ക്ലച്ചും നല്ല സ്മൂത്ത് ആയിട്ട് ഗിയറൊക്കെ നല്ല രസമായിട്ട് വീഴുന്നുണ്ട്. വേറെ ബുദ്ധിമുട്ടുകളൊന്നും കാണാനില്ല. നല്ല സുഖമായിട്ട് വണ്ടി ഓടിക്കാനും പറ്റുന്നുണ്ട്. നല്ല ഒരു ഫാമിലി കാർ നമുക്ക് പറയാം. ഇനി ബ്രേക്കിങ്ങിനെ കുറിച്ച് പറയുന്ന സമയത്ത് നമുക്ക് ഫ്രണ്ടിൽ 2 ഡിസ്ക് ബ്രേക്കും ബാക്കിൽ 2 ഡ്രം ബ്രേക്കാണ് വന്നിരിക്കുന്നത്. ABS, EBD എന്ന് പറയുന്ന എല്ലാ സിസ്റ്റംസും നമുക്ക് വന്നിരിക്കുന്നുണ്ട് ബ്രേക്കിംഗ് സിസ്റ്റത്തിൽ. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു സേഫ്റ്റിയുടെ കാര്യത്തിൽ ഒരു യാതൊരു വിധത്തിലെ കോംപ്രമൈസും ഈ വണ്ടി വരുത്തിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് യാതൊരു വിധത്തിൽ പേടിയും പേടിക്കേണ്ട. ഫ്രണ്ടിൽ 2 എയർ ബാഗ് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടൊന്നും പേടിക്കേണ്ട കാര്യമില്ല. നല്ല സേഫ്റ്റിയുള്ള ഒരു വണ്ടി തന്നെയാണ്. നല്ല ബോഡി വെയ്റ്റും ഒക്കെയുള്ള ഒരു വണ്ടി തന്നെയാണ് ടാറ്റ ഓൾട്രോസ്. വണ്ടി നല്ല ഫണ്ണായിട്ട് കൊണ്ടു നടക്കാൻ പറ്റുന്നുണ്ട്. പക്ഷേ ഒരു നോയ്സ്, ആ ഒരു എൻജിൻ്റെ നോയ്സ്, നമ്മൾ കാല് കൊടുക്കുന്ന സമയത്ത് ആ ഒരു എൻജിൻ്റെ നോയ്സാണ്. നല്ല അടിപൊളി സസ്പെൻഷനാടാ. പെട്ടെന്ന് പോയിട്ടൊരു കുണ്ടിൽ ചാടിയതാ. പക്ഷെ എന്നാൽ പോലും കാര്യമായിട്ട് ഉള്ളിലേക്കൊന്നും അറിയണില്ല. കുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോഡിൻ്റെ ലയർ പോയിട്ടുള്ളതാണ്, നമ്മുടെ ടാറിങ്ങിൻ്റെ ലയർ പോയിട്ടുള്ളതാണ്. പക്ഷെ അതിൽ വീണിട്ട് പോലും നമുക്ക് എന്താ പറയുക, അത്ര വലിയൊരു എഫക്റ്റ് ഒന്നും ഉണ്ടായിട്ടില്ല. നല്ല സസ്പെൻഷൻ, അപ്പോൾ അടിപൊളി സസ്പെൻഷനാണ് വന്നിരിക്കുന്നത്. ഉള്ളിലേക്കൊന്നും അധികം നമുക്ക് ഫീൽ ചെയ്തില്ല ആ ഒരു കുണ്ടിൽ ചാടിയ സമയത്ത്. ആ ഒരു എൻജിൻ്റെ ഒരു നോട്ടുണ്ട്, അത് ഉള്ളിലേക്ക് വരുന്നുണ്ട്. ആ ഒരു 3 സിലിണ്ടർ വണ്ടിയിലെ ഒരു പ്രശ്നം തന്നെയാണ് അത്, ആ ഒരു നോയ്സ് വരാന്ന് പറയുന്നത്. ഗിയർ ലിവറിലേക്ക് പക്ഷെ അടി വരുന്നില്ല കേട്ടോ. ഗിയറിലേക്ക് വരുമ്പോൾ സമയത്ത് നമുക്ക് വേറെ പ്രശ്നമൊന്നുമില്ല, വൈബ്രേഷൻ കാര്യങ്ങളൊന്നുമില്ല. ഗിയർ ലിവർ വളരെ സ്മൂത്തായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. ഈ ഒരു വണ്ടി ഓടിച്ചിട്ട് എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു സാധാരണ ഒരാൾക്ക് ഒരു 7 ലക്ഷം രൂപയുടെ ഉള്ളിൽ ഒരു വണ്ടി നോക്കുന്നുണ്ട്, നിങ്ങൾക്ക് ഒരു സേഫ്റ്റി വേണം, ഒരു ഫാമിലി യൂസുള്ള ഒരു വണ്ടിയാണ്, ഫീച്ചേഴ്സ് ഒന്നും അധികം ഇല്ലെങ്കിലും കുഴപ്പമില്ല എന്ന ആഗ്രഹമുള്ള ആളുകൾക്ക് എന്തുകൊണ്ടും എടുക്കാൻ പറ്റിയൊരു വണ്ടിയാണ് ടാറ്റ ഓൾട്രോസ്. കാരണം നമുക്ക് നോർമലായിട്ട് വരേണ്ട കാര്യങ്ങൾ, ഇപ്പോൾ സാധാരണ ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒരു ഇൻഫോടൈം സിസ്റ്റമാണ് നമുക്ക് സാധാരണ, അതൊരു പാട്ട് കേൾക്കുക എന്നുള്ളതായിരിക്കും അവരുടെ ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത്. അത് സാധാരണ ഒരു ഡ്രൈവിലൊക്കെ. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് ഒരു ഇൻഫോടൈം സിസ്റ്റം കയറ്റാനായിട്ട് ഏറി വന്നാൽ, ഒരു നല്ലൊരു സിസ്റ്റം കയറ്റണമെങ്കിൽ ഒരു 15,000 രൂപയൊക്കെയാണ് നമുക്ക് ഒരു കോസ്റ്റ് വരുന്നത്. അപ്പോൾ ഈ ഒരു 15,000 രൂപ ഇൻവെസ്റ്റ് ചെയ്യുക, അതുപോലെ വണ്ടി ഒന്ന് സ്റ്റൈലിഷ് ആക്കണമെന്നുണ്ടെങ്കിൽ ഒരു 4 അലോയ്സ് മേടിച്ചിട്ട് അപ്പോൾ ഒരു 20,000, 25,000 രൂപ, ഒരു 35,000 രൂപ വേണ്ട, ഒരു 50,000 രൂപ നമ്മൾ ചിലവാക്കി കഴിഞ്ഞാൽ ബേസ് മോഡൽ വണ്ടീനെ എന്തുകൊണ്ടും ഒരു അടിപൊളി വേരിയൻ്റ് ആയിട്ട് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. നമുക്ക് ആ കൂടിയിട്ട് ഒരു സ്റ്റിയറിംഗ് കുറച്ച് കൺസോൾസ് ഉണ്ടായിരിക്കില്ല, അല്ലെങ്കിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ, ഒരു ആംബിയൻ ലൈറ്റ് ഉണ്ടായിരിക്കില്ല. അങ്ങനെ സാധാരണ ഒരാൾക്ക് വേണ്ടാത്ത കുറേ കാര്യങ്ങൾ മാത്രമാണ് അപ്പോഴും ഒഴിഞ്ഞു പോകുന്നുള്ളൂ. നമുക്ക് വേണ്ട സേഫ്റ്റി, ഇപ്പോൾ ഏത് വേരിയൻ്റ് ആണെങ്കിലും സേഫ്റ്റിയുടെ കാര്യം എല്ലാം സെയിം ആണ്. പിന്നെ മൈലേജ്, അതുപോലെ തന്നെ ഈ ഒരു വണ്ടിയായിട്ട് പോലും നമുക്ക് സിറ്റി ഡ്രൈവും എക്കണോമിക് ഡ്രൈവും നമുക്ക് ഇതിൽ അവൈലബിൾ ആണ്. അപ്പോൾ അത് കറക്റ്റ് ആയിരിക്കും. പിന്നെ എഞ്ചിൻ വേരിയൻറ്റിൽ വേറെ വ്യത്യാസങ്ങളൊന്നും ഇല്ല. മീൻസ് ഇപ്പോൾ നമ്മൾ ഫുൾ ഓപ്ഷൻ ആണെങ്കിലും ബേസ് മോഡലാണെങ്കിലും എഞ്ചിൻ സെയിം ആയിരിക്കും. അപ്പോൾ സാധാരണ ഒരു ഫാമിലിക്ക് എന്തുകൊണ്ടും ഒരു 640, അതായത് 6,40,000 രൂപയ്ക്ക് ഒരു വണ്ടി എടുക്കുക. ഇപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഒരു സൗണ്ട് സിസ്റ്റം കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു 50,000 രൂപ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വണ്ടി വേറെ ലെവൽ വണ്ടിയാണ്. അപ്പോൾ എനിക്കൊരു വണ്ടി ഓടിച്ചിട്ട് അതാണ് മനസ്സിലായത്, ആ ഒരു ഫീലാണ് എനിക്ക് കിട്ടിയത്. അപ്പോൾ സാധാരണ ഒരാൾക്ക് അധികം ഫീച്ചേഴ്സ് ഒന്നും വേണ്ടെന്നുണ്ടെങ്കിൽ സുഖമായിട്ട് ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു വണ്ടി തന്നെയാണ് ഈ വണ്ടി. അപ്പോൾ നമുക്ക് ടാറ്റ ഓൾട്രോസിനെ കുറിച്ചിട്ട് ഇത്രയൊക്കെയാണ് പറയാനായിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എല്ലാ വീഡിയോസിലും പറയുന്ന പോലെ തന്നെ നിങ്ങൾക്ക് ടെസ്റ്റ് ഡ്രൈവ് അടിക്കുക, പോയിട്ട് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചൊരു വണ്ടിയാണോ എന്ന് നോക്കുക. പിന്നെ നിങ്ങളുടെ സേഫ്റ്റിയാണ് മുൻഗണന കൊടുക്കണമെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടും നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആയിട്ടൊരു വണ്ടി തന്നെയാണ് ഈ ഓൾട്രോസ്. അതുപോലെ തന്നെ ഇതിൻ്റെ കോമ്പറ്റീറ്റേഴ്സ് ആയിട്ടുള്ള ആൾക്കാരുടെ വണ്ടികളും നിങ്ങളൊന്ന് ഓടിച്ച് നോക്കുക, ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ ഒന്ന് ചെക്ക് ചെയ്യുക ഏത് വണ്ടിയാണ് നിങ്ങൾക്ക് കുറച്ചും കൂടി ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നല്ല വണ്ടിയായിട്ട് നിങ്ങൾക്ക് തോന്നണമെന്ന് നോക്കുക. എന്നിട്ട് മാത്രം വണ്ടി ബുക്ക് ചെയ്യുക. ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാതെ ആരും വണ്ടി ബുക്ക് ചെയ്യാനോ അല്ലെങ്കിൽ മേടിക്കാനോ പാടില്ല. കാരണം നമ്മൾ പുറത്തുനിന്ന് കാണുന്ന പോലെ ആയിരിക്കില്ല നമ്മൾ വണ്ടി എന്താ പറയുക, പുറത്തുനിന്ന് ഒരാൾ പറയണ പോലെ ആയിരിക്കില്ല നമ്മൾ മേടിച്ചിട്ട് ഉപയോഗിച്ച് തുടങ്ങുമ്പോൾ. അപ്പോൾ നിങ്ങൾ എന്താണെങ്കിലും ഒരു ടെസ്റ്റ് ഡ്രൈവ് മേടിച്ചതിന് ശേഷം മാത്രം, അല്ലെങ്കിൽ കുറച്ചൊന്ന് അന്വേഷിച്ചതിന് ശേഷം മാത്രം വണ്ടി ചൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വരുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.
നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് എത്തിക്കുക. പിന്നെ നമ്മുടെ ചാനൽ ഇതൊരു സബ്സ്ക്രൈബ് ചെയ്ത് കൂടിയിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രദ്ധിക്കുക. നമ്മൾ ഒരുപാട് എഫേർട്ട് എടുത്തിട്ടാണ് ഇങ്ങനത്തെ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന ഒരു സബ്സ്ക്രിപ്ഷനും അതുപോലെ തന്നെ ലൈക്കും കമൻറ്റൊക്കെയാണ് നമ്മളൊരു ഊർജ്ജം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടിയിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അപ്പോൾ പുതിയ വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും ബൈ. 6000 റെഡ് ലൈൻ.